എല്ലാവർക്കും ഒരിക്കൽ കൂടി കഥകൾ പറയുന്ന ചാനലിലേക്ക് സ്വാഗതം. ത്രിമൂർത്തികളിൽ പരമശിവന് പ്രാധാന്യമുള്ള ദിനരാത്രങ്ങളാണ് ധനുമാസത്തിലെ തിരുവാതിരയും കുംഭമാസത്തിലെ ശിവരാത്രിയും. ശിവരാത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യ കഥകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പാലാഴി മദനവുമായി ബന്ധപ്പെട്ട കഥ. ഒരിക്കൽ ദേവർഷിയായ ദുർവാസാവ് ദേവേന്ദ്രന് ഒരു പുഷ്പഹാരം സമ്മാനിച്ചു. ഇന്ദ്രൻ അത് തൻ്റെ വാഹനമായ ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ അണിയിച്ചു. പുഷ്പഹാരത്തെ ആകർഷിച്ചെത്തിയ വണ്ടുകളുടെയും മറ്റും മൂളൽ അസഹ്യമായി തോന്നിയ ഐരാവതം ആ മാല നിലത്തിട്ട് ചവിട്ടി. ഇത് കണ്ട് ദുർവാസാവ് അത്യന്തം കോപാവിഷ്ടനായി. ദേവകളെ ജരാനര ബാധിക്കട്ടെയെന്ന് അദ്ദേഹം ശപിച്ചു. ഭയവിഹ്വലരായ ദേവകൾ ദുർവാസാവിനോട് ക്ഷമ പറഞ്ഞ് ജരാനരയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് യാചിച്ചു. പാലാഴി കടഞ്ഞ് അമൃതെടുത്താൽ ശാപം മാറിക്കിട്ടും എന്ന് മുനി പറയുകയും ദേവന്മാർ ബ്രഹ്മാവിനോടുകൂടി മഹാവിഷ്ണുവിനെ കാണുകയും ചെയ്തു. അതനുസരിച്ച് പാലാഴി കടയാൻ മന്ദരപർവ്വതത്തെ കടക്കോലാക്കണമെന്നും കയറാക്കാനായി ശിവന്റെ ആഭരണമായ വാസുകിയെ വേണമെന്നും വിഷ്ണു അരുളി. അങ്ങനെ പാലാഴി കടഞ്ഞപ്പോൾ പല വിശിഷ്ട വസ്തുക്കളും ഉയർന്നു വന്നു. ചന്ദ്രൻ, പാരിജാതം, ഉച്ചൈസ്രവസ്, മഹാലക്ഷ്മി, താര ഇവയൊക്കെ അങ്ങനെ വന്നു. മഹാലക്ഷ്മിയെ വിഷ്ണുവും താരയെ ബാലിയും പരിഗ്രഹിച്ചു. ഉച്ചൈസ്രവസ് എന്ന കുതിരയെ ഇന്ദ്രൻ സ്വന്തമാക്കി. ചന്ദ്രനെ ശിവൻ ധരിച്ചു. ആദ്യം ഉയർന്നു വന്നത് കാളകൂടമെന്ന മഹാവിഷം. അത് കണ്ട ദേവന്മാർ പരമശിവനോട് ഉപസംഹരിക്കാൻ അഭ്യർത്ഥിച്ചു. അങ്ങനെ പരമശിവൻ ആ ഉഗ്രവിഷം പാനം ചെയ്തു. എന്നാൽ പാർവതീദേവി അത് താഴേക്കിറങ്ങാതിരിക്കാനായി ആ രാത്രി മുഴുവൻ പ്രാർത്ഥനകളോടെ ശിവകണ്ഠത്തിൽ പിടിച്ചു. വിഷം കഴുത്തിൽ വ്യാപിച്ച് ശിവൻ നീലകണ്ഠനായി തീർന്നു. അവസാനമാണ് ധന്വന്തരി അമൃതകുംഭവുമായി എത്തുന്നതും അങ്ങനെ അമൃത് ഭക്ഷിച്ച് ദേവകൾ ശാപമുക്തരായി. പാർവതീദേവി രാത്രി മുഴുവൻ ഉറക്കമിളച്ച് പരമേശ്വരനെ പ്രാർത്ഥിച്ച ദിവസമായതിനാൽ ശിവരാത്രി ദിവസം രാത്രി മുഴുവൻ ഉറക്കമിളച്ച് പ്രാർത്ഥിച്ചാൽ ശിവപ്രീതി ലഭിക്കുമെന്നാണ് വിശ്വാസം. ശിവരാത്രിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യം. നീ ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനായി മഹാവിഷ്ണുവും ബ്രഹ്മാവും തർക്കവും ഒടുവിൽ യുദ്ധവുമായി. ബ്രഹ്മാവ് ബ്രഹ്മാസ്ത്രവും അതിനെ തകർക്കാനായി മഹാവിഷ്ണു പാശുപതാസ്ത്രവും തൊടുത്തുവിട്ടു. ലോകം മുഴുവൻ കറങ്ങി നടന്ന പാശുപതാസ്ത്രത്തെ തിരികെ എടുക്കാനോ ഉപസംഹരിക്കാനോ മഹാവിഷ്ണുവിനോ ബ്രഹ്മദേവനോ സാധിച്ചില്ലെന്ന് മാത്രമല്ല, അവരും ഭയവിഹ്വലരായി. അപ്പോൾ അവിടെ ഉയർന്നു വന്ന ശിവലിംഗത്തിന്റെ രണ്ടറ്റവും കണ്ടെത്താനായി ബ്രഹ്മാവ് മുകളിലേക്കും മഹാവിഷ്ണു താഴേക്കും സഞ്ചരിച്ചെങ്കിലും ഫലമുണ്ടായില്ല. നിരാശരായ ഇരുവരും പൂർവ്വസ്ഥലത്ത് മടങ്ങിയെത്തിയപ്പോൾ ഭഗവാൻ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് പാശുപതാസ്ത്രത്തെ നിർവീര്യമാക്കി തന്റെ പ്രാധാന്യം പ്രഖ്യാപിച്ചു. പാശുപതാസ്ത്രത്തെ നിർവീര്യമാക്കിയത് കുംഭമാസത്തിലെ ചതുർദശി തിഥിയിലാണെന്നും തുടർന്ന് എല്ലാ വർഷവും ഇതേ രാത്രിയിൽ വ്രതമനുഷ്ഠിക്കണമെന്നും അതിനെ ശിവരാത്രി വ്രതം എന്നറിയപ്പെടണമെന്നും ശിവപുരാണത്തിൽ പരാമർശിക്കുന്നു.